ഇന്ന് എനിക്ക് നൽകിയ ആശ്വാസവും അനുഗ്രഹവും എന്താണെന്നോ? എൻ്റെ മകനോട് പഠിക്കാൻ എന്താണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അവനൊന്നും പറയത്തില്ല. ഒന്നിനും പഠിക്കാൻ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. എപ്പോഴും കിടന്ന് ഉറക്കം തന്നെ, ഇല്ല ഈ മൊബൈലിനകത്ത്. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ, പരിശുദ്ധ അമ്മേ, ഒരമ്മ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് മറ്റാരേക്കാളും കൂടുതലും അമ്മയ്ക്കറിയാം. അമ്മ ഇടപെട്ട് ഈശോയോട് എനിക്കൊരു ഉത്തരം നൽകി തരണം. എൻ്റെ മകൻ എന്ത് ചെയ്യണമെന്ന് അവനൊരു പ്രത്യാശ, അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉണർത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് ഒത്തിരിയായി ഞാൻ വിഷമിക്കുന്നായിരുന്നു. അവൻ എന്നോട് പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇന്ന കോഴ്സിനെക്കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പിന്നീട് ഒരു കാര്യം കൂടെയുണ്ട്. ഞാനൊരു വ്യക്തിയുമായിട്ട് എനിക്ക് പിണക്കമില്ല, പക്ഷേ അവരെന്നോട് മിണ്ടുകയില്ലായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലോർത്തു, അവരെന്നോട് മിണ്ടിയില്ലെങ്കിലും എനിക്ക് അവരോട് മിണ്ടാൻ ഒരവസരം തരണമെന്ന്. അതെനിക്ക് സാധിച്ചു കിട്ടി. അവസരം ഇന്നലെ വന്നു. ഞാൻ സംസാരിച്ചു. പക്ഷേ അവരെന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അവരോട് സംസാരിച്ചു. എങ്കിലും എൻ്റെ ആവശ്യം ഈശോ അങ്ങ് സാധിച്ചു തന്നു. നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശോയുമായി പങ്കുവയ്ക്കുമ്പോൾ ഈശോ ഒരു ഉത്തരം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്.